അധ്യായം 22. അങ്ങനെ ദാവീദ് അവിടം വിട്ട് അദുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോയി. അവന്റെ സഹോദരന്മാരും അവന്റെ പിതൃഭവനമൊക്കെയും അത് കേട്ട് അവന്റെ അടുക്കൽ ചെന്നു. ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വാക്കാർ ഒക്കെയും അവന്റെ അടുക്കൽ വന്നുകൂടി. അവൻ അവർക്ക് തലവനായി തീർന്നു. അവനോടുകൂടി ഏകദേശം 400 പേരുണ്ടായിരുന്നു. അനന്തരം ദാവീദ് അവിടം വിട്ട് മോവാബിലെ മിസ്പയിൽ ചെന്നു. മോവാബ് രാജാവിനോട്, ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് അറിയുവോളം എൻ്റെ അപ്പനും അമ്മയും നിങ്ങളുടെ അടുക്കൽ വന്ന് പാർപ്പാൻ അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചു. അവൻ അവരെ മോവാബ് രാജാവിന്റെ സന്നിധിയിൽ കൊണ്ടുചെന്നു. ദാവീദ് ദുർഗത്തിൽ താമസിച്ച കാലമൊക്കെയും അവർ അവിടെ പാർത്തു. എന്നാൽ ഗാദ് പ്രവാചകൻ ദാവീദിനോട്, ദുർഗത്തിൽ പാർക്കാതെ യഹൂദാദേശത്തേക്ക് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് പുറപ്പെട്ട് ഹേരത്ത് കാട്ടിൽ വന്നു. ദാവീദിനെയും കൂടെയുള്ളവരെയും കണ്ടിരിക്കുന്നുവെന്ന് ശൗൽ കേട്ടു. അന്ന് ശൗൽ കയ്യിൽ കുന്തവുമായി ഗിബയിലെ കുന്നിന്മേലുള്ള പിചുലവൃക്ഷത്തിൻ ചുവട്ടിൽ ഇരിക്കുകയുമായിരുന്നു. അവന്റെ ഭൃത്യന്മാരെല്ലാവരും അവന്റെ ചുറ്റും നിന്നിരുന്നു. ശൗൽ ചുറ്റും നിൽക്കുന്ന തന്റെ ഭൃത്യന്മാരോട് പറഞ്ഞത്, ബെന്യാമീനിരെ കേട്ടുകൊള്ളുവീൻ. ഈശായുടെ മകൻ നിങ്ങൾക്കൊക്കെയും നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും തന്ന് നിങ്ങളെ എല്ലാവരെയും സഹസ്രാധിപന്മാരും ശതാധിപന്മാരുമാക്കുമോ? നിങ്ങളെല്ലാവരും എനിക്ക് വിരോധമായ കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുന്നു. എന്റെ മകൻ ഈശായുടെ മകനോട് സഖ്യം ചെയ്തത് എന്നെ അറിയിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്റെ മകൻ എന്റെ ദാസനെ എനിക്കായി പതിയിരിപ്പാൻ ഉത്സാഹിപ്പിച്ചിരിക്കുന്നതിൽ മനസ്താപമുള്ളവരോ അതിനെക്കുറിച്ച് എനിക്ക് അറിവ് തരുന്നവരോ നിങ്ങളിൽ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ശൗലിന്റെ ഭൃത്യന്മാരുടെ കൂട്ടത്തിൽ നിന്നിരുന്ന ഏദോമിനായ ദോവേഗ്, നോബിൽ അഹീതൂബിന്റെ മകനായ അഹിമേലേക്കിന്റെ അടുക്കൽ ഈശായുടെ മകൻ വന്നത് ഞാൻ കണ്ടു. അവൻ അവന് വേണ്ടി യഹോവയുടെ അരുളപ്പാട് ചോദിച്ചു. അവന് ഭക്ഷണ സാധനവും ഫിലിസ്തീനായ ഗോലിയാത്തിന്റെ വാളും കൊടുത്തു എന്നുത്തരം പറഞ്ഞു. ഉടനെ രാജാവ് അഹീതൂബിന്റെ മകനായ അഹിമേലെക് പുരോഹിതനെയും അവന്റെ പിതൃഭവനക്കാരായ നോബിലെ സകല പുരോഹിതന്മാരെയും വിളിപ്പിച്ചു. അവരെല്ലാവരും രാജാവിന്റെ അടുക്കൽ വന്നു. അപ്പോൾ ശൗൽ അഹീതൂബിന്റെ മകനെ കേൾക്ക എന്ന് കൽപ്പിച്ചു. തിരുമേനി, അടിയൻ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ശൗൽ അവനോട്, ഈശായുടെ മകൻ ഇന്ന് എനിക്കായി പതിയിരിപ്പാൻ തുനിയത്തക്കവണ്ണം അവൻ അപ്പവും വാളും കൊടുക്കുകയും അവന് വേണ്ടി ദൈവത്തോട് ചോദിക്കുകയും ചെയ്തതിനാൽ നീയും അവനും എനിക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കിയത് എന്തെന്ന് ചോദിച്ചു. അഹിമേലെക് രാജാവിനോട്, തിരുമനസ്സിലെ സകല ഭൃത്യന്മാരിലും വെച്ച് ദാവീദിനോളം വിശ്വസ്തനാരുള്ളൂ? അവൻ രാജാവിന്റെ മരുമകനും അവിടുത്തെ ആലോചനയിൽ ചേരുന്നവനും രാജധാനിയിൽ മാന്യനുമാകുന്നുവല്ലോ. അവനു വേണ്ടി ദൈവത്തോട് ചോദിപ്പാൻ ഞാൻ ഇപ്പോഴോ തുടങ്ങിയത്? അങ്ങനെയല്ല, രാജാവ് അടിയന്റെ മേലും അടിയന്റെ പിതൃഭവനത്തിന്മേലും കുറ്റമൊന്നും ചുമത്തരുതേ. അടിയൻ ഇതിലെങ്ങും യാതൊന്നും അറിഞ്ഞവനല്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ രാജാവ്, അഹിമേലേക്ക് നീ മരിക്കണം, നീ നിന്റെ പിതൃഭവനമൊക്കെയും തന്നെ എന്ന് കൽപ്പിച്ചു. പിന്നെ രാജാവ് അരികെ നിൽക്കുന്ന അകമ്പടികളോട്, ചെന്ന യഹോവയുടെ പുരോഹിതന്മാരെ കൊല്ലുവീൻ, അവരും ദാവീദിനോട് ചേർന്നിരിക്കുന്നു. അവൻ ഓടിപ്പോയത് അവർ അറിഞ്ഞിട്ടും എന്നെ അറിയിച്ചില്ലല്ലോ എന്ന് കൽപ്പിച്ചു. എന്നാൽ യഹോവയുടെ പുരോഹിതന്മാരെ കൊല്ലുവാൻ കൈനീട്ടുന്നതിന് രാജാവിന്റെ ഭൃത്യന്മാർ തുനിഞ്ഞില്ല. അപ്പോൾ രാജാവ് ദോവേഗിനോട്, നീ ചെന്ന് പുരോഹിതന്മാരെ കൊല്ലുക എന്ന് കൽപ്പിച്ചു. ഏദോമിനായ ദോവേഗ് ചെന്ന് പുരോഹിതന്മാരെ വെട്ടി പഞ്ഞുനൂല് കൊണ്ടുള്ള ഏഫോദ് ധരിച്ച 85 പേരെ അന്ന് കൊന്നുകളഞ്ഞു. പുരോഹിത നഗരമായ നോബിന്റെ പുരുഷന്മാർ, സ്ത്രീകൾ, ബാലന്മാർ, ശിശുക്കൾ, കാള, കഴുത, ആട് എന്നിങ്ങനെ ആ സകലം വാളിന്റെ വായ്ത്തലിയാൽ അവൻ സംഹരിച്ചു കളഞ്ഞു. എന്നാൽ അഹീതൂബിന്റെ മകനായ അഹിമേലേക്കിന്റെ പുത്രന്മാരിൽ അബ്യാഥാർ എന്നൊരുത്തൻ തെറ്റിയൊഴിഞ്ഞ് ദാവീദിന്റെ അടുക്കൽ ഓടിപ്പോയി. ശൗൽ യഹോവയുടെ പുരോഹിതന്മാരെ കൊന്ന വിവരം അബ്യാഥാർ ദാവീദിനെ അറിയിച്ചു. ദാവീദ് അബ്യാഥാരിനോട്, ഏദോമിനായ ദോവേഗ് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ ശൗലിനോട് അറിയിക്കും എന്ന് ഞാൻ അന്ന് തന്നെ നിശ്ചയിച്ചു. നിന്റെ പിതൃഭവനത്തിനൊക്കെയും ഞാൻ മരണത്തിന് കാരണമായല്ലോ. എൻ്റെ അടുക്കൽ പാർക്കാ ഭയപ്പെടേണ്ട. എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവൻ നിനക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. എങ്കിലും എൻ്റെ അടുക്കൽ നിനക്ക് നിർഭയവാസം ഉണ്ടാകും എന്ന് പറഞ്ഞു.